ഒരു സക്സസോ ഗ്രോത്തോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വേണ്ട 5 ഹാബിറ്റ്സ്. ഹൈ മൈ ഡിയർ ആക്ഷൻ ടേക്കേഴ്സ്, ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. സോ ആ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, പോസിറ്റീവ് തിങ്കിങ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു തിങ്ക് പോസിറ്റീവ് ഓൾവേസ്, അല്ലേ? എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് ചുറ്റും അങ്ങനെയാണ്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുക. അത്തരം ചിന്തകൾ വരുമ്പോൾ കോൺഷ്യസ്ലി ഒന്ന് എഫേർട്ട് എടുത്തിട്ട് ആ ചിന്തകൾ, ആ തോട്ട്സ് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ നോക്കുക. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമ്പർ 2, ടൈം മാനേജ്മെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടൊരു സ്കിൽ തന്നെയാണെന്ന് പറയാം, ടൈം മാനേജ്മെൻറ്റ്. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോയിട്ട് ഒന്നിനും സമയമില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങളുടെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് പതിയെ അത് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. നമ്പർ 3, ലേൺ ഫ്രം മിസ്റ്റേക്സ്. മിസ്റ്റേക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ പേടിച്ചോടും. ഇനി എനിക്കതിനെ ചെയ്യാൻ പറ്റില്ല എന്ന് ടെൻഷൻ അടിച്ച് പേടിച്ച് പിന്തിരിഞ്ഞോടും. അങ്ങനെ ചെയ്യാതെ ഒരു മിസ്റ്റേക്സിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാം, ഇനി ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റും. നമ്പർ 4, അപ്ഗ്രേഡ് യുവർ നോളേജ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ അപ്ഗ്രേഡ് യുവർ നോളേജ്. നിങ്ങളുടെ ഫീൽഡ് ഏതുമാകട്ടെ, ഒരു കോച്ചോ മെൻറ്ററോ ട്രെയിനറോ വർക്കിംഗ് പ്രൊഫഷണലോ സ്റ്റുഡൻറ്റോ ആരുമാകട്ടെ, നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പുതിയൊരു നോളജ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുക. ട്രൈ ടു ലേൺ ന്യൂ സ്കിൽസ്, ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കണ്ടിന്യൂസ് ലേണറായി മാറുക. എന്നാലും നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് നമ്പർ 5, കമ്പയർ യുവർ ഡേ വിത്ത് യുവർ പ്രീവിയസ് ഡേ. ഇന്നലകളുമായി നിങ്ങളെ കമ്പയർ ചെയ്യുക. ഇന്നലത്തതിനേക്കാളും നിങ്ങൾ ഇന്ന് പുതുതായി എന്ത് പഠിച്ചു, പുതുതായി എന്ത് നോളജ് നിങ്ങൾക്കുണ്ടായി, പുതുതായി നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്സ് ഉണ്ടായി, നിങ്ങളെ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ നോളജും നിങ്ങളുടെ ഒരു കമ്പാരിസൺ നിങ്ങളോട് തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എപ്പോഴും നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യാൻ ഒരു ജേർണൽ കീപ്പ് ചെയ്യുക. സോ ഇത്തരം ഹാബിറ്റ്സ്, ഈ ഒരു 5 ഹാബിറ്റ്സ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ സക്സസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. പോസിറ്റീവ് തിങ്കിങ്, ടൈം മാനേജ്മെന്റ്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്, compare your day with your previous day, upgrade your knowledge. So just try this. Thank you.